ഇന്ന് ഞാൻ പാവയ്ക്കച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 2 പാവയ്ക്ക എടുത്ത് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി വലുത് 10 എണ്ണം, ഇഞ്ചി വലിയൊരു കഷ്ണം ചെറുതായി അരിഞ്ഞത്, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില, ചെറിയൊരു കഷ്ണം ശർക്കര, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, വിനെഗർ പുളി അനുസരിച്ച്, ഉലുവ 1/2 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, കായം 1/2 ടീസ്പൂൺ. ആദ്യം തന്നെ ഫ്രൈങ് പാൻ നന്നായിട്ട് ചൂടാകുമ്പം അതിലേക്ക് പാവയ്ക്ക ഇട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ പാവയ്ക്ക നന്നായിട്ട് വാടിയിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് പകുതി മൊരിയിച്ചെടുക്കണം. നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പാവയ്ക്ക പകുതി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ സെയിം ഫ്രൈ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഉലുവ ഇടാം. കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചി ഇടാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് മൊരിച്ചെടുക്കാം. ഇതിലേക്ക് കായപ്പൊടിയും കൂടി ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ശർക്കരയും കൂടി ഇട്ടേക്കാം. പൊടിയുള്ള പച്ചമണം മാറുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാവയ്ക്ക ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഇടുക. ഇനി ഈ വിനാഗിരി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം. പാവയ്ക്കച്ചാർ റെഡിയായി. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. തണുത്ത് കഴിയുമ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് മാറ്റി ഉപയോഗിക്കാം.